ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമുക്കറിയാം, ഇന്നലെ ഹൈറിച്ചിൻ്റെ കേസിലെ സുപ്രധാനമായ നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഇടക്കാല ഉത്തരവ് ഇന്ന് വൈകിട്ട് കൂടി പുറത്ത് വന്നില്ല. അത് കമ്പനിക്ക് കുറച്ച് ആശ്വാസം തന്നെയാണ്. ആ ഇടക്കാല ഉത്തരവ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നിവേദന ക്യാമ്പയിൻ കൊടുത്ത ആൾക്കാരും നമുക്ക് തൊഴിലും വരുമാനവും വേണ്ട, നമുക്ക് ഇട്ട പൈസേൻ്റെ പകുതിയാണ് കിട്ടിയാലും അതെങ്കിലും മതി, എന്തെങ്കിലും മതി, നക്കാപ്പിച്ച മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ ഉള്ള അഭിപ്രായം. എന്നാൽ വേറൊരു അതിപ്രധാനമായുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഹൈറിച്ച് പൂട്ടിയ സമയത്ത് തന്നെ പുതിയ കമ്പനികൾ തുടങ്ങി, പുതിയ മണി ചെയിനിലൊക്കെ കണ്ണിയായി ആൾക്കാരെ ചേർന്ന് പറ്റിച്ച് നടന്നിരുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഇപ്പോൾ പ്രതാപൻ്റെ വീട്ടിൽ സ്ഥിരതാമസമാക്കി ചില വലിയ വലിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് എന്തായാലും കമ്പനി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, എങ്ങനെ ജനങ്ങൾക്ക് പണം തിരികെ കൊടുക്കാം എന്നൊന്നുമല്ല. അവർ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഒരിക്കൽ കൂടി പുതിയൊരു കമ്പനി തുടങ്ങുക എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഹൈറിച്ച് പൂട്ടിയിട്ട് വെറും 4 മാസം കഴിയുമ്പോൾ തന്നെ HR ഇന്നൊവേഷൻ എന്ന് പറഞ്ഞ് കമ്പനി തട്ടിക്കൂട്ടിയ ആൾക്കാരാണ് ഹൈറിച്ചിൻ്റെ പ്രതാപൻ. അപ്പോൾ അത് ലീഡർമാരുടെ നേതൃത്വത്തിലാണ്, ലീഡർമാരെയാണ് അതിൻ്റെ MD കാര്യങ്ങളൊക്കെ ആക്കിയിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സൊസൈറ്റിയിലെ വിശ്വസ്തന്മാരെയും അല്ലെങ്കിൽ വലിയ നിക്ഷേപം നടത്തി വലിയ ടീമുള്ള ആൾക്കാരെയും മുൻനിർത്തി പ്രതാപൻ ഒരിക്കൽ കൂടി പുതിയ കമ്പനി തുടങ്ങാനുള്ള പദ്ധതിയിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതെന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പൂർണ്ണമായ വ്യക്തമായ രൂപം നമുക്കെല്ലാവർക്കും ലഭിക്കും. എന്തായാലും ഇനിയും ഒരുപാട് വർഷങ്ങൾ ജീവിക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് ആർത്തിയൊട്ടും, മനുഷ്യന് 100 കോടിയോ 100 കോടി കിട്ടിക്കഴിഞ്ഞാൽ അവർ വിചാരിക്കും അത് 1000 കോടി ഉണ്ടാക്കണം. 1000 കോടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് 10,000 കോടിയാക്കാൻ നോക്കും. പ്രതാപൻ പണ്ട് നടത്തിയിരുന്നത് വെറും 15 കോടിയുടെ തട്ടിപ്പായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രീൻകോ എന്ന് പറയുന്ന ആൾക്കാരെ പറ്റിച്ച കമ്പനി 15 കോടിയുടേതാണെങ്കിൽ അടുത്ത കമ്പനി 10 വർഷം കഴിഞ്ഞ് അടുത്ത കമ്പനി പൂട്ടുന്ന സമയത്ത് അതിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 3000 കോടിയായിരുന്നു. ഇനിയൊരു കമ്പനി ഉണ്ടെങ്കിൽ ഞാനത് 30,000 കോടി ടേൺ ഓവറുള്ള കമ്പനിയാക്കും എന്നാണ് പ്രതാപൻ പറഞ്ഞു നടന്നിരുന്നത്. അത് എന്തുകൊണ്ടും അത് ഒരു സൂചനയാണ്, അടുത്ത ഒരു കമ്പനി കൂടി തുടങ്ങാൻ സാധ്യതയുണ്ട് എന്ന്. ഇപ്പോൾ നിരവധി ആൾക്കാർ, ഇവർ പറയുന്ന പോലെ 16 ലക്ഷം ആൾക്കാർ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ. നമുക്കറിയാം, ചെറിയ ആൾക്കാരെയൊക്കെ ഓർത്താൽ ലജ്ജ തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈറിച്ച് പൊട്ടിയ സമയത്ത് HR ഇന്നൊവേഷൻ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയ ആൾക്കാരെ കയ്യിൽ ഇവർ ഒന്നും അറിയാതെ ഇതെന്ത് കമ്പനിയാണെന്നോ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളോ എന്ത് പ്രൊഡക്റ്റാണെന്നോ ഒന്നും അറിയാതെ അതിലും ലക്ഷങ്ങൾ കൊണ്ടിട്ട ആൾക്കാർ ഈ കമ്പനിയിലുണ്ട്. ഉളുപ്പില്ലാത്ത, എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി, അത് എങ്ങനെ ലഭിക്കുന്നു, ഏത് വിധത്തിൽ ലഭിക്കുന്നു എന്ന് പോലും അറിയാതെ, ഉളുപ്പില്ലാതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രം എങ്ങനെയെങ്കിലും കിട്ടുന്ന പൈസ നമുക്കും കിട്ടണം എന്ന രീതിയിൽ ജോയിൻ ചെയ്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴുമുണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരുടെയൊക്കെ വിഷമം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. അവരൊക്കെ പറയുന്നത് ഈ ലീഡർമാരെല്ലാവരും കൂടി നമ്മുടെ തങ്കപ്പെട്ട പ്രതാപനെ പറ്റിക്കും എന്നുള്ള രീതിയിലാണ്. അവർ പ്രതാപനെ പുതിയ കമ്പനിയിൽ ചേർക്കുമോ, അവർ പ്രതാപനെ ഈ കള്ളമരുന്നുകളും കള്ള പ്രൊഡക്റ്റുകളും കൊടുത്ത് പ്രതാപനെ പറ്റിക്കുമോ എന്നൊക്കെയാണ് ചിലരുടെയൊക്കെ സങ്കടം. പ്രതാപൻ എന്ന് പറയുന്നത് 2000-ലാണ് കേരളത്തിൽ ഇതുപോലെയുള്ള മണി ചെയിനുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുമുതൽ ഇതിൻ്റെ എല്ലാ
പ്ലാനുകളും എല്ലാ സൂത്രങ്ങളും പഠിച്ചവനാണ് ഈ പ്രതാപനൊക്കെ നയിച്ചിട്ട് ഒരു 5 പൈസ ഉണ്ടാക്കിയില്ല. പണ്ടൊക്കെ അവനൊരു ആഭരണത്തിൻ്റെ പെയിൻ്റ് അടിക്കൽ പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേങ്കിൽ അതിൽ നിന്നാണ് ഇതിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഗ്രീൻ കോ തട്ടിപ്പിൽ പെട്ടു, ജയിലിൽ കിടന്നു. എന്നിട്ടും അവൻ പഠിച്ചില്ല. അവൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇതുപോലെ പണം കൊടുക്കാനും പിന്നെ അവസാനം ആൾക്കാരെ ഉപേക്ഷിച്ച് പോകാനും ഉണ്ട്. അതുതന്നെയാണ് ഇതുവരെ ഈ ഹൈറിച്ചിൻ്റെ കേസിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അതുതന്നെയാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും ആൾക്കാരൊന്നും കേസുമായിട്ടോ അല്ലെങ്കിൽ നാണക്കേട് ഭയന്ന് കേസുമായിട്ടോ അതിൻ്റെ മറ്റ് സാങ്കേതികത്വം ഒക്കെ ഉള്ളതുകൊണ്ട് ആരും തന്നെ കേസിന് പോവില്ല. അത് എന്തെങ്കിലും ഒരു പ്രതീക്ഷ, എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമായിക്കോളും എന്നുള്ള രീതിയിൽ അവരെങ്ങനെ നിൽക്കും. ആ സമയത്ത് നമുക്ക് ബിനാമി സ്വത്തുക്കൾ ഒരുപാടുണ്ട്. കണ്ണൂർ ജില്ലയിലടക്കം ഇവർക്ക് ബിനാമി സ്വത്തുക്കൾ പല ലീഡർമാരുടെ പേരിലും ഉണ്ട് എന്നാണ് അറിയുന്നത്. ബിനാമി പേരുകളിൽ വാഹനങ്ങളുണ്ട്, സ്വത്തുക്കളുണ്ട്, ആഭരണങ്ങളുടെ കൂമ്പാരം തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ കേസ് വരുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയ സമയത്ത് ഒരുപാട് പണം വിഡ്രോ ചെയ്ത് അതൊക്കെ പലരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പണങ്ങൾ ഉള്ളത് കൊണ്ട് ആ പണങ്ങളൊക്കെ എടുത്ത് സുഖമായി ജീവിക്കാൻ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേങ്കിൽ ഒരു കള്ളനും ഒരു കളവ് കൊണ്ട് കളവ് അവസാനിപ്പിക്കില്ല. അതുകൊണ്ട് ഇനിയും ഒരുപാട് തട്ടിപ്പുകൾ ചെയ്യാനുള്ളതാണ്, ഒരുപാട് കാലം ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് പുതിയൊരു തട്ടിപ്പുമായി ഉടൻ തന്നെ രംഗത്ത് വരും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇവരെ കമ്പനിയെ താങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ലീഡർമാരെ താങ്ങി നടക്കുന്നവർക്കോട് ഒന്നും പറയാനില്ല. ഇനി ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഒരാളും ഉളുപ്പ് ലവലേശമുള്ള ആരും തന്നെ പുതുതായി ക്ലെയിം പെറ്റീഷൻ കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത്. അവരൊക്കെ നിവേദന ക്യാമ്പയിൻ കൊടുത്ത ആൾക്കാരാണ്. അപ്പോൾ നിവേദന ക്യാമ്പയിനിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് കലക്ടർക്ക് ലെറ്റർ എഴുതി കൊടുത്ത ആൾക്കാർക്ക് ഉളുപ്പുണ്ടെങ്കിൽ, ലവലേശമുണ്ടെങ്കിൽ നിങ്ങൾ ആരും തന്നെ ഈ ക്ലെയിം പെറ്റീഷൻ സമർപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത്. മണി ചെയിൻകാർക്ക് ഉളുപ്പോ ലവലേശം ഉളുപ്പോ കണ്ണുചോരിയോ ഇല്ല എന്ന് നമുക്കറിയാം. അവർക്ക് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിയാൽ മതി. ശ്രീന പറയുന്നത് പോലെ അത്യാർത്ഥ്യം മൂത്ത ആൾക്കാരാണ് ഈ മണി ചെയിനിലൊക്കെ ചേരുന്നത്. അപ്പോൾ അത്യാർത്ഥി കൊണ്ട് അതെങ്ങനെ 3 ഇരട്ടിയും 5 ഇരട്ടിയും ആക്കാമെന്ന് അത്യാർത്ഥി മൂത്തിട്ടാണ് ഇവരൊക്കെ കിടപ്പാടവും മറ്റുമൊക്കെ വിറ്റ് ഒരു സർക്കാരിൻ്റെ അനുമതി ഉണ്ടോ എന്ന് പോലും അറിയാതെ ഇത് എങ്ങനെയാണ് പണം വരുന്നത്, ആർക്കാണ് ഈ പണം കൊടുക്കുന്നത് എന്ന് പോലും അന്വേഷിക്കാതെ ഇവരൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ സൂം വക്കീലിനെ കുറിച്ചാണ്. സൂം വക്കീലിനെ ഏതാണ്ട് കമ്പനിക്ക് മതിയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. സൂം വക്കീൽ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ ഈ കേസുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ റെഡിയാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു നല്ല വയസ്സുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ നാറിയ പണിക്ക് നിൽക്കുന്നത്? നിങ്ങളാരാണ്? നിങ്ങൾ വെറും ഒരു പ്രൈവറ്റ് സൊസൈറ്റിയുടെ ആൾക്കാർ മാത്രമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കമ്പനിയുടെ വക്കാലത്ത് എടുത്തിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയാണ് നിങ്ങൾ ഈ പൈസയൊക്കെ കൊടുത്ത് തീർക്കാമെന്ന് കോടതിയിൽ പോയി പറയുക? നിങ്ങൾ വെറും ലീഡർമാരുടെ വക്കാലത്ത് വാങ്ങി ഉള്ള ആൾക്കാരാണ്. അങ്ങനെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ തയ്യാറാവണം. അല്ലാതെ വെറും വിടുവായിത്തം കോടതിയിൽ വന്ന് പറയരുത്. 67 പോയിട്ട് 100 കണക്കിന് FIR ആയ സമയത്താണ് ഞങ്ങൾ ഈ FIRകളൊക്കെ സെറ്റിൽ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. FIR സെറ്റിൽമെൻറ്റ് കേസ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഇത് ഇത്രയും വലിയ ഒരു
തട്ടിപ്പിൽ ഇതൊന്നും അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ്. ബഡ്സ് കേസ് തന്നെ അതൊരു നിക്ഷേപകർക്ക് പണം കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ്. അല്ലാതെ ഇവന്മാർ തന്നെ ഉണ്ടാക്കുന്ന ഒരു ആൾക്കാരിലേക്ക് ഇത്രയും ആൾക്കാരുടെ പണം കൊടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു കേസ് തള്ളിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അനാവശ്യ വാദങ്ങളും ബാലിശമായ വാദങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന കമ്പനിക്ക് തന്നെ, അല്ലെങ്കിൽ കമ്പനിയെ താങ്ങി നടക്കുന്നവർക്ക് പോലും അപമാനമുണ്ടാക്കുന്ന ഒരു വക്കീലായി ഇദ്ദേഹം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഇനി കോടതിയിൽ ഹാജരാവേണ്ടതില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ഇടക്കാല ഉത്തരവ് പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിവേദന ക്യാമ്പയിൻ കൊടുത്ത ആരും തന്നെ ഈ ഒരു ക്ലെയിം പെറ്റീഷൻ കൊടുക്കരുത്. നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചില ആൾക്കാർ പറയുന്ന പോലെ അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാലം ദൈവതുല്യമായ കമ്പനിയാണ്, പ്രതാപനും ശ്രീനിയും ദൈവമാണ്, ലീഡർമാർ ചതിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഇത് എല്ലാം നെഗറ്റീവുകാരുടെ കളിയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന നിങ്ങൾ നെഗറ്റീവുകാർ പറയുന്നത് പോലെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കാൻ നിൽക്കരുത്. അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ബൈ.